നമ്മൾ വാസ്തുപ്രകാരം വീട് പണിയുന്നു, ഫെങ്ഷുയുടെ സ്റ്റാറുകൾ നോക്കുന്നു. അപ്പോൾ വാസ്തുപ്രകാരം പണിയുന്ന വീടിനോടൊപ്പം തന്നെ നമ്മൾ അത് ഫെങ്ഷുയിലെ സ്റ്റാറുകളും കൂടെ നോക്കുന്നത് വളരെ വളരെ പ്രയോജനകരമായിരിക്കും. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ 3 മൗണ്ടൻ സ്റ്റാറും 3 നല്ല വാട്ടർ സ്റ്റാറും ഉണ്ടെന്നാണ് പറയുന്നത് ഫെങ്ഷുയിൽ. എല്ലാ വീട്ടിലും 3 നല്ല മൗണ്ടൻ സ്റ്റാറും 3 നല്ല വാട്ടർ സ്റ്റാറും. അതിൽ ഏതെങ്കിലും ഒരു മൗണ്ടൻ സ്റ്റാർ നമുക്ക് ബെഡ്റൂമിൽ കിട്ടണം, നല്ലൊരു വാട്ടർ സ്റ്റാർ വാതിലിലും കിട്ടണം. എന്നാലാണ് ആ വീട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്കൊരു വീട് വെക്കുന്നു, വീട് വെച്ചു, ഞാൻ അവിടെ ചെന്നു, വീടിന്റെ ഡിഗ്രി എടുത്തു, അതിന്റെ പ്ലാനും എടുത്തു, അതിനെ കറക്റ്റ് ചെയ്തിട്ട് വീടിന്റെ നക്ഷത്രങ്ങളെല്ലാം എടുത്ത് അതിനകത്തോട്ട് എഴുതിയപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ആ നക്ഷത്രങ്ങൾ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കിഴക്ക് ദർശനമാണ് വീടിന്റെ പ്രധാന, കിഴക്ക് ദർശനമുള്ള വീടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് ഫ്രണ്ട് ആണല്ലോ, കിഴക്കിതാണല്ലോ, ഇവിടെയാണ് നമ്മളുടെ റോഡ് നിൽക്കുന്നത്. ഇവിടെ റോഡ് നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് പ്രധാന ഡോറ് കൊടുക്കാം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം വീടിനെ എടുത്തു, നമ്മൾ പകുതി എടുത്തു, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗം ഇത് നീച്ചം കൊള്ളത്തില്ല, ഇതാണെങ്കിലോ ഉച്ചം. അപ്പോൾ വാസ്തുവിൽ നമുക്ക് എവിടെ കിട്ടി? ഉച്ചത്തിൽ കിട്ടി, അതായത് പകുതിക്കിപ്പുറം കിട്ടി. ഫെങ്ഷുയിൽ വെൽത്ത് സ്റ്റാർ 8, ആ 8 വരുന്ന സ്ഥലത്ത് നമുക്ക് മെയിൻ ഡോറും വന്നു. അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി ഗുണം ചെയ്തു. ഇനി നമുക്ക് ബെഡ്റൂമിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ബെഡ്റൂം എവിടെ വരണം? ഇപ്പോൾ വാസ്തുവിൽ പറയുന്നു ഇവിടെ ബെഡ്റൂം വരാമെന്ന് പറയുന്നു. അപ്പോൾ ഫെങ്ഷുയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു മൗണ്ടൻ സ്റ്റാർ അവിടെ ഉണ്ടോ? ഇല്ല. നല്ല മൗണ്ടൻ സ്റ്റാർ ഈ വീട്ടിൽ എവിടെയുണ്ട്? ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും നല്ല ബെഡ്റൂം നമുക്കിവിടെ ചെയ്യാം. ഇത് വാസ്തു നിയമങ്ങളുമായി ഒന്നും യാതൊരു ബന്ധവുമില്ല. ഫെങ്ഷുയുടെ ഫ്ലൈങ് സ്റ്റാർ നമ്പേഴ്സിനടുത്ത് ആ നമ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടിലെ പ്രധാന വാതിലും ബെഡ്റൂമും സെറ്റ് ചെയ്തത്. ഈ റൂമിൽ കിടക്കുന്നതിനേക്കാൾ 100 ഇരട്ടി സൗഭാഗ്യം ഈ റൂമിൽ കിടന്നാൽ ഉണ്ടാവും. കാരണം നല്ല മൗണ്ടൻ സ്റ്റാറിലാണ് കിടക്കുന്നത്. ഈ വീട്ടിൽ ഈ ബെഡ്റൂം ഇല്ല എന്നിരിക്കെ അവിടെ സമ്പത്ത് നിൽക്കാനായിട്ടുള്ള കാര്യം കുറച്ച് ബുദ്ധിമുട്ടാവും, കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോഴത്തേക്ക് ബന്ധങ്ങളൊക്കെ കുറച്ച് വഷളാവും. കാരണം നല്ല മൗണ്ടൻ സ്റ്റാർ ഇല്ല. പക്ഷെ വാട്ടർ സ്റ്റാർ ഉണ്ട്, പൈസ വരും. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാളേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അങ്ങനൊരു ബുദ്ധിമുട്ട് ഈ ഒരു നക്ഷത്രം സൃഷ്ടിക്കും. അപ്പോൾ എന്തോ വേണം? നല്ല മൗണ്ടൻ സ്റ്റാറിൽ ബെഡ്റൂം വേണം, നല്ല വാട്ടർ സ്റ്റാറിൽ എൻട്രൻസും വേണം. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെങ്ഷുയിൽ ഏറ്റവും കാതലായിട്ടുള്ള ഒരു ഭാഗമാണ്. ചില മാസ്റ്റേഴ്സിന് പോലും ഇത് അറിയില്ല. കാരണം പല മാസ്റ്റേഴ്സും പല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഈ 2 രീതിയിൽ പഠിപ്പിക്കുന്ന മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്നും പഠിച്ചത് കൊണ്ടാണ് എനിക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. ചിലർ ഒരു മാസ്റ്ററിൻ്റെ അടുത്ത് മാത്രം പഠിക്കും, അതിനെ തന്നെ ഫോളോ ചെയ്യും. ഞാൻ ഇപ്പം എവിടെയൊക്കെ എന്തൊക്കെയാണ് നോളജ് കിട്ടുന്നതെന്ന് വെച്ചിട്ട് ഞാൻ പല മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വഴി ഞാൻ ഭയങ്കര കേമനാണെന്ന് ഞാൻ തള്ളി വെക്കുകയല്ല, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കിത് കിട്ടിയത്. കാരണം ഒരു അറിവും ചെറുതല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ പുതിയൊരു കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യാണ്, ഒരു കാര്യമെങ്കിലും വീട്ടിൽ അഡീഷണൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഡെയിലി കൺസൾട്ടിങ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും കൺസൾട്ടിങ്ങിന് പോകുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വീടുകളിൽ പോകുന്നതും ഇതിനെപ്പറ്റി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വളരെ താല്പര്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇപ്പോഴും ഞാനൊരു പുതിയ ഫെങ്ഷുയുടെ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ അത് പോയി അറ്റൻഡ് ചെയ്യാനും അത് പഠിക്കാനും ഞാൻ തയ്യാറാണ്. ഇനിയുള്ളതും പഠിക്കാം. അത് എൻ്റെ അവസാന കാലം വരെയും ഞാൻ അതിനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഒരിക്കലും നമുക്കിത് നിൽക്കുന്നില്ല. പുതിയ അറിവുകൾ നമുക്കിതിനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ ഒരു 2 മെത്തേഡും പഠിച്ചതിൻ്റെ ബേസിലാണ് ഞാനിത് പറയുന്നത്. ചിലർ ഈ മെത്തേഡൊന്നും അല്ല ഫോളോ ചെയ്യുന്നത്, പക്ഷേ ഇത് അതിൻ്റെ പക്ക റിസൾട്ട് ഉള്ളൊരു മെത്തേഡാണ്. ഇത് നമ്മൾ പരീക്ഷിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയതാണ്. അപ്പം നിങ്ങളുടെ മൗണ്ടൻ സ്റ്റാറും വാട്ടർ സ്റ്റാറും കണ്ടുപിടിക്കുക, വാട്ടർ സ്റ്റാറിൽ എൻട്രൻസ് കൊടുക്കുക, മൗണ്ടൻ സ്റ്റാറിൽ ബെഡ്റൂം കൊടുക്കുക. ആ ബെഡ്റൂം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.